കുട്ടിക്കാലം തൊട്ട് എനിക്കിഷ്ടം ഈ ദൈവങ്ങളുമായിട്ടുള്ള പടം വരയ്ക്കുക എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഉൾവിളി എന്നിലുണ്ടായി. തന്റെ ചിത്രങ്ങളിലൂടെ ദേവീ ദേവന്മാരെ എല്ലാവരുടെയും കൺമുന്നിൽ കൊണ്ടുവരുന്ന യുവ ചിത്രകാരനായ ധീരജ് കുന്നുമ്മലാണ്. അയ്യപ്പന്റെ പിറന്നാളും ശാസ്താവിന്റെ രണ്ടും രണ്ടാളാണ്. അയ്യപ്പന്റെ തിരുവാഭരണം വരക്കാൻ ഒരു ടാസ്ക് തന്നെയാണ്. 3 വർഷത്തെ ആ ഒരു ജേർണി ഒന്നും മറക്കാൻ പറ്റാത്തതാണ്. അയ്യപ്പന്റെ ചിത്രങ്ങൾ ചെയ്തത് തന്നെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാത്തൊരു ഭാവമാണ് ഈ മീശ പിരിച്ചു വെച്ചിരിക്കുന്ന ഒരു അയ്യപ്പൻ എന്ന് പറയുന്നത്. കൊമ്പൻ മീശ ഉള്ള ഒരു അയ്യപ്പൻ. അയ്യപ്പന്റെ ഒരു നിയോഗം പോലെയാണ് ഞാൻ കാണുന്നുള്ളത്. ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരു കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ശബരിമലയിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് അയ്യപ്പന്റെ തീരുമാനമായിരുന്നു. അത് വരച്ചു കഴിഞ്ഞ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത സമയത്താണ് പലരും ഇങ്ങനെയൊക്കെ അയ്യപ്പന് ഭാവമൊക്കെ ഉണ്ടോ, എന്താണ് ശരിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഇത് കണ്ട് കൂടുതൽ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എന്നെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൊടുത്ത് കേരളത്തിലൊട്ടുമിക്ക ക്ഷേത്രങ്ങളിലൊക്കെ വരച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. തെയ്യം ചിത്രങ്ങൾ വരയ്ക്കാൻ ആൾക്കാർക്ക് പേടിയുണ്ടെന്ന് പറയാറുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണ ഞാൻ പറയാം. കാരണം തെയ്യങ്ങൾ നമുക്ക് ദൈവങ്ങളെ പോലെ തന്നെയാണ്. ഈ നാഗ സംബന്ധമായിട്ടുള്ള കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അതിൽ നാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഒരു പേടി ഉണ്ടായിരുന്നു. ഈ നാഗമൊക്കെ വന്നാൽ എങ്ങനെയായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലെ കാര്യം പറഞ്ഞാൽ ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റീച്ചും പോകുന്നുണ്ട്. ഞാൻ റീച്ചിന് വേണ്ടി അങ്ങനെ പോസ്റ്റ് ചെയ്യൽ പതിവില്ല. നമുക്ക് ഈ ചിത്രവും കാര്യങ്ങളും ദൈവഭക്തി അതൊക്കെ ഉള്ള ആൾക്കാരിലേക്ക് എത്തണം എന്നാണ്. നമസ്കാരം. തന്റെ ചിത്രങ്ങളിലൂടെ ദേവീ ദേവന്മാരെ എല്ലാവരുടെയും കൺമുന്നിൽ കൊണ്ടുവരുന്ന, അത് കാണുന്ന ഏതൊരാളുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന യുവ ചിത്രകാരനായ ധീരജ് കുന്നുമ്മലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നല്ലോ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണിപ്പം ഇവിടെ എത്തി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ചിത്രങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? ഞാൻ ധീരജ് കുന്നുമ്മൽ. ഞാൻ സ്വദേശം തൃക്കണ്ണാട്, കാസർഗോഡ് ജില്ലയിലാണ്. പ്രത്യേകിച്ച് പറയാനില്ല. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തു വരികയാണ് ഓരോ ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ. എല്ലാം ഓരോരോ നിയോഗം പോലെ എന്നിലേക്ക് വരുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ നിലവിൽ. എന്താണ് പഠിച്ചത്? ഏത് ഫീൽഡിൽ നിന്നാണ് വരുന്നത്? ഞാൻ BSc ഫിസിക്സ് ബിരുദധാരിയാണ്. അതിനുശേഷം ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വരച്ച് വരികയാണ്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഉൾവിളി എന്നിലുണ്ടായി. അപ്പോൾ ഇതേപോലെ ചെയ്ത് വന്ന് ഇപ്പോൾ ഈ ലെവലിലേക്കൊന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഈ ഫീൽഡിലേക്ക് എത്താൻ കാര്യം എന്താണ്? കുട്ടിക്കാലം തൊട്ട് എനിക്കിഷ്ടം ഈ ദൈവങ്ങളുമായിട്ടുള്ള പടം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരു 12 വർഷക്കാലം ഗണപതി മാത്രമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ഈ വിനായക ചതുർത്ഥിയായി ബന്ധപ്പെട്ട് ഗണേശ ചിത്രരചന മത്സരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വന്ന് ഒരു +2 തലം വരെ ഗണപതി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ തന്നെ ഓരോ സെക്ഷനായിട്ട് പെൻസിൽ ഡ്രോയിങ് ആയിട്ടും വാട്ടർ കളറായിട്ടും അങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് വരിക. പിന്നെ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ മൊത്തം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് തുടരാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഈ കൊറോണ ഒക്കെ വന്ന് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് വീണ്ടും ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തു വന്നത്. അപ്പോൾ കുടുംബത്തിൻ്റെതായാലും നാട്ടിൽ മൊത്തം ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് അതങ്ങനെ പിന്നെ അതെൻ്റെ ഒരു പ്രൊഫഷനായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് വന്ന ചിത്രം ഏതായിരുന്നു? ഏത് ക്ഷേത്രത്തിന് വേണ്ടിയായിരുന്നു? ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ചെയ്ത തുടക്കം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ പാലക്കുന്ന് കഴകം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ ഭദ്രകാളി തന്നെയാണ് പ്രതിഷ്ഠ. പക്ഷേ അവിടെ പ്രസിദ്ധീകരിക്കുന്ന ചിത്രത്തിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശമായിരുന്നു അവിടുത്തെ പൂജാരി മുഖാന്തരം എന്നെ സമീപിച്ചത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ആദ്യം ഒന്ന് ചെയ്ത് വരച്ച് കൊടുത്ത സമയത്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഫീൽഡ് ഇതിലേക്കാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് തന്നെ പിന്നെ ഇത് കണ്ട്
കൂടുതൽ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എന്നെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൊടുത്ത് ഇപ്പോൾ ഏകദേശം നിരവധി കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലൊക്കെ വരച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. ഏകദേശം ഇപ്പൊ എത്ര ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു 10-30 ക്ഷേത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഏകദേശം. ഇപ്പോൾ ഇതിൽ കൂടുതൽ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുക, കാരണം ഇത് സമയമെടുത്ത് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിൻ്റെതായ കാലക്രമമൊക്കെ നോക്കിയിട്ട് മെല്ലെ മെല്ലെ ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇപ്പൊ പെയിന്റിങ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടി, അത് കഴിഞ്ഞ് എത്ര ടൈം പീരീഡ് എടുക്കും? അവർ പറയുന്ന ടൈമിനാണോ ചെയ്ത് തീർത്തു കൊടുക്കുന്നത്? അത് ഡിപ്പെൻഡൻ്റ് ആണ്. ചിലപ്പോൾ എൻ്റെ സമയവും അവരുടെ സമയവും അതിലുപരി മുകളിലിരിക്കുന്ന ഒരാളുടെ സമയം കൂടി തീരുമാനം അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഒരു ചിത്രം വരക്കാൻ വരുമ്പോൾ ആദ്യം അവിടെ ചെന്ന് കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും, വിഗ്രഹത്തിൻ്റെ ഘടന, ഭാവം, ആഭരണങ്ങൾ, ആയുധങ്ങൾ, അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെതായ തനിമയിലുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ട് പിന്നീട് അത് ഒരു സ്കെച്ചാക്കി മാറ്റി പിന്നെ എല്ലാവർക്കും ഓക്കെ ആയി എന്നുള്ള രീതിയിൽ വരുമ്പോൾ പിന്നെ കളറിങ് ഒക്കെ തുടങ്ങും. ഇപ്പൊ ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളാണല്ലോ വരയ്ക്കുന്നത്, അപ്പൊ അത്രയും ദൈവികമായ കാര്യമാണ്. അപ്പൊ വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടോ? ഉണ്ട്, എൻ്റെതായ വ്രതവും കാര്യങ്ങളും ജപം അതൊക്കെ നോക്കിയിട്ടും കൂടിയാണ് ചെയ്യുന്നുള്ളത്. അല്ലാതെ ഇത് പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ ഏതാണോ ദൈവം ചെയ്യുന്നുള്ളത് അപ്പോൾ ആ ദൈവത്തെ മനസ്സിലിരുത്തി പ്രാർത്ഥിച്ചും അങ്ങനെ മൊത്തം പ്രാർത്ഥനയോടെ തന്നെയാണ് ഇത് ചെയ്തു വരാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖം ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ കഠിനവ്രതം കാര്യങ്ങളൊക്കെ എടുത്ത് സമയമെടുത്താണ് അതൊക്കെ ചെയ്ത് പൂർത്തീകരിക്കുന്നത്. അത് അവസാനം അതിൻ്റെ നേത്രോന്മേനൊക്കെ ചെയ്തു വരുന്നു. ഈ വ്രത രീതി ഒന്ന് പറയാമോ? വെജിറ്റേറിയൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നാമജപം, സന്ധ്യാവന്ദനം, ക്ഷേത്ര കമ്മിറ്റികളെ മുഖാന്തരമാണ് അധികം ഓർഡേഴ്സൊക്കെ വരാറുള്ളത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സമയമുണ്ട്, അതിന് ഒരുപാട് സമയമൊക്കെ എടുക്കും. നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലായിടത്തും പോയി ചെയ്യാൻ പറ്റിയിട്ട് ഇല്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളും ഉണ്ട്. കാരണം ചിലപ്പോഴവർക്ക് പെട്ടെന്ന് വേണമെന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ, ഞാൻ സമയമെടുത്ത് ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഒരു ടൈം പീരീഡൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ലക്ഷണവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്. അനുകൂലമാണോ അതോ പ്രതികൂലമാണോ എന്നൊക്കെ. അത് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് അത് മാത്രം ചിന്തയിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരു കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ചെയ്തതിൽ അവിടെ പോയി വന്നതിന് ശേഷം എനിക്ക് ഈ നാഗസംബന്ധമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അതിൽ നാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ അത് പിന്നീട് അത് ദേവിയുടെ ആഭരണം പോലെ ചെയ്തു വന്നപ്പോഴാണ് പിന്നെ അതൊക്കെ പൂർത്തിയായി. അവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, ഈ നാഗമൊക്കെ വന്നാൽ എങ്ങനെയായിരിക്കും ആ ചിത്രം വികൃതമായി പോകുമെന്ന്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം പോലെയാണ് മുമ്പിലോട്ട് അങ്ങനെ പോകുന്നത്. അതുപോലെ ചിത്രം വരയ്ക്കുന്ന സമയത്തും തോന്നാറുണ്ടോ? ഉണ്ട്, തീർച്ചയായും. വരക്കുന്ന സമയത്താണ് കൂടുതൽ. അത് പെട്ടെന്നുള്ള ഒരു ചിലപ്പോൾ ദേവിയുടെ കുണ്ടലങ്ങളോ ആടയാഭരണങ്ങളോ കിരീടം, വസ്ത്രങ്ങൾ, ചിലപ്പോൾ ചെറിയ പൂമാലകളൊക്കെ ആ ഒരു സമയത്ത് തോന്നുന്ന പോലെ ചെയ്യാം. അപ്പം അധികം ആ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പൊതുവെ കാണപ്പെടുന്നത് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പലതവണയായിട്ട് ആ ക്ഷേത്രത്തിൽ ഒക്കെ പോയിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് കുറേ സമയവും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നുള്ളതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നന്നായി വരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്കും അത് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് എത്രത്തോളം എത്തി എന്നുള്ളൊരു ലെവൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട് ഈ ചിത്രം മൊത്തം ഉള്ളിൽ കണ്ടിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് ചെയ്ത് കഴിഞ്ഞ് ശേഷം മാത്രം ആ ഒരു അനുഭൂതി നമുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മനസ്സിലാവാറുള്ളത്. ഈ കണ്ണാടി വിഗ്രഹങ്ങളുള്ള കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ എങ്ങനെയാ വരയ്ക്കാറ്? അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടാവും. കാരണം
ഓരോ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ അവർക്ക് പിറന്നാൾ ദിനമൊക്കെ ഉണ്ട്, നക്ഷത്രമുണ്ട്. അപ്പോൾ ഓരോരാൾക്കും ഓരോ സ്വഭാവം ഘടനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭദ്രകാളി തന്നെ പലയിടത്തും പല ഭാവത്തിലും പല രൂപത്തിലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവര് ആ പ്രതിഷ്ഠിച്ചിട്ടുള്ള രീതി എങ്ങനെയാണോ അത് അവർ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരും. ചിലപ്പോൾ അതിന് ധ്യാന ശ്ലോകം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ വർണ്ണിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ രാശി മുഖാന്തരമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും, പൂർവികർ പറഞ്ഞു കൊടുത്തത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആ പ്രധാന ഈ കണ്ണാടി ബിംബമൊക്കെ ഉള്ള രൂപങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാധീനിച്ചിട്ടുള്ളത്. ഭയങ്കര ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ടാണ് ചിത്രങ്ങളെല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്തൊരു ചിത്രം ഏതായിരുന്നു? ചെയ്തത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു വരുന്നതൊക്കെ ഫേവറേറ്റ് ആണ്. ഞാൻ ഓരോന്നും ഓരോ ക്ഷേത്രത്തിന്റെ തനിമയിൽ ചെയ്യണം എന്നുള്ള. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഞാൻ, എൻ്റെതായിട്ടല്ല, ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടായിട്ടുള്ളൊരു മാസ്റ്റർ പീസ് പോലെ ഞാൻ കരുതി കൂട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. പ്രത്യേകം എടുത്തു പറയാൻ ഉള്ളത് ഈ തിരുവാഭരണത്തിന്റെ കാര്യം. അത് ഒരു പേഴ്സണൽ ആയിട്ട് ചെയ്തതാണ്, പേഴ്സണലിന് വേണ്ടിയിട്ട് അയ്യപ്പന്റെ തിരുവാഭരണം ചേർത്ത്. അപ്പൊ അത് വലിയൊരു ജേണി ആയിരുന്നു. അത് 3 വർഷമൊക്കെ എടുത്ത അതിന്റെ സ്റ്റഡി എക്സ്പീരിയൻസ് മൊത്തം പറയാമോ? വരയ്ക്കാൻ തോന്നിയ കാരണം എന്തായിരുന്നു? അത് ഇതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് ഒരു ഓർഡർ വന്നതാ, ഒരു പേഴ്സൺ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതാ. അപ്പോൾ പുള്ളി എന്നോട് ആദ്യം പറഞ്ഞത് ഒരു അയ്യപ്പന്റെ ചിത്രം വരച്ചു തരണം, അത് ആരുടെ കയ്യിലും ഇതുവരെ ഇല്ലാത്തൊരു തരം അയ്യപ്പൻ്റെതായിരിക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ സജസ്റ്റ് ചെയ്തത് തിരുവാഭരണം വെച്ച് ചെയ്തു തരാൻ പറ്റുമോന്ന്. അപ്പോൾ പറഞ്ഞ ടൈമിൽ തന്നെ ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം തിരുവാഭരണം എന്താണോ എങ്ങനെയാണോന്നൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സമയമായിരുന്നു അത്. പിന്നെ യാദൃശ്ചികമായി പിന്നെ ഒരു അയ്യപ്പൻ്റെ വിളിയായിരുന്നു അത്. ഉറക്കത്തിലായാലും ഇപ്പോൾ ഒരു ഉൾവിളിയൊക്കെ വന്ന് തുടങ്ങിയ ആ ഒരു സമയത്ത് അത് ഏറ്റെടുത്ത് ചെയ്യണം. കാരണം ഇത് നിനക്ക് അടുത്തൊരു ടാസ്ക് തരുന്ന പോലെ ദൈവം തന്നിട്ടുള്ളത്. പിന്നെ അതൊരു ചലഞ്ച് പോലെ ഏറ്റെടുത്ത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യുന്നത് മാക്സിമം നല്ല ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ള രീതി ആയതുകൊണ്ട് അവിടെ പോയി മനസ്സിലാക്കിയിട്ട് ചെയ്യാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മകരവിളക്കിൻ്റെ എൻഡിങ് സീസൺ ആയിരുന്നു. അപ്പോൾ ശബരിമലയിൽ പോയി കാണുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇത്ര കാലം വ്രതം എടുത്തൊക്കെ നിന്ന് വന്ന ആൾക്കാർക്ക് പോലും ഒരു 5 സെക്കൻഡ് കാര്യങ്ങളും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആ വർഷം ജസ്റ്റ് ഒന്ന് പോയി കണ്ടു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ചു. പിന്നെ ആ പുള്ളി പറഞ്ഞത് മണ്ഡലകാലത്ത് പന്തളത്തൊക്കെ അത് ദർശനത്തിന് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവിടെ പോയി കണ്ടു മനസ്സിലാക്കി. അതിനു മുമ്പ് തന്നെ ഈ ശബരിമലയിൽ ആ സമയത്ത് എത്തപ്പെട്ടത് വെച്ചാൽ ഞാൻ അയ്യപ്പൻ്റെ ഒരു തിരുമുഖം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ ആരും വരച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന തടമ്പ്, മണിമണ്ഡപത്തിൽ ഉപയോഗിക്കുന്ന തടമ്പ്. അപ്പോൾ അത് ചെയ്ത് കൊടുത്ത സമയത്ത് എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെയൊക്കെ അയ്യപ്പൻ്റെ ഒരു സംഭവമൊക്കെ ഈ ശബരിമലയിൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് എത്ര അറിഞ്ഞാലും 1% മാത്രമേ ഇപ്പോൾ ഈ ശബരിമല ഉള്ള ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെ അറിവുണ്ട്. അതൊരു ആഴക്കടൽ പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചെയ്ത സമയത്ത് ചെയ്തു കൊടുത്ത സമയത്ത് അവിടുന്ന് തന്നെ ഈ അയ്യപ്പ കുറുപ്പന്മാരൊക്കെ വിളിച്ചിട്ട് അഭിനന്ദനമൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂടി ഒന്ന് ചെയ്തു കൊടുക്കാന്നുള്ള രീതിയിൽ അതൊക്കെ പെട്ടെന്നായിരുന്നു. ഒരു 10-15 ദിവസത്തിനുള്ളിൽ നടന്ന സംഭവം. അപ്പൊ അങ്ങനെ അയ്യപ്പനായിട്ട് തന്നെ എന്നെ അവിടേക്ക് എത്തിച്ചു. അങ്ങനെ ആദ്യത്തെ ഞാൻ തിരുവാഭരണം കാണുന്നുള്ളത്. പക്ഷെ അന്ന് പൂർണ്ണമായി കാണാൻ പറ്റിയില്ല. പിന്നെ പന്തളത്ത് എല്ലാവരൊക്കെ പരിചയം കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ അവര് ഏതോ അയ്യപ്പന്റെ നിയോഗം പോലെ ഞാൻ വന്നിട്ടുള്ളതെന്നുള്ള മനസ്സിലാക്കിയിട്ട് എന്നോട് പല കാര്യങ്ങളും അതൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ആ പന്തളത്തൊക്കെ പോയിട്ട് അവിടെ ദർശനത്തിന് വെച്ചിട്ടുണ്ടാവും സ്ട്രോങ് റൂമിൽ. അപ്പോൾ അത് കണ്ട് ഞാൻ 2-3 തവണ പോയി നോക്കി. കാരണം അത് ഫോട്ടോഗ്രാഫി അലൗഡ് ഇല്ല, സ്കെച്ച് ചെയ്യാൻ പറ്റൂല, നേരിട്ട് കാണാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയി അത് കണ്ടിട്ടൊക്കെ വന്ന് പിന്നെ ഇത് കണ്ട് തൃപ്തി ആയില്ല. അപ്പോൾ പിന്നെ അയ്യപ്പൻ്റെ പിറന്നാൾ തന്നെ ഉണ്ട്, കുംഭത്തിലെ ഉത്രം. പക്ഷെ അത് അധികം അറിയുമെന്നൊന്നും അറിയില്ല. കാരണം തിരക്ക് കുറവാണ്. അപ്പോൾ
ആ ഒരു സമയത്ത് ഈ തിരുവാഭരണം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ മൊത്തം ദർശനത്തിന് വെച്ചിട്ടുണ്ടാവും. ഈ തിരുവാഭരണ ദർശനം പോലെ തന്നെ. അപ്പം അന്ന് പോയ സമയത്ത് 1.5 മണിക്കൂറാണ് ഞാൻ അവിടെ മുമ്പിൽ കണ്ട് നിന്ന് തൊഴുത്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ആ ഒരു വർക്ക് തുടങ്ങുന്നത്. അത് കുംഭത്തിലെ ഉത്രം തുടങ്ങി ശബരിമല ശാസ്താവിൻ്റെ പൈങ്കുനി ഉത്രം, ശാസ്താവിൻ്റെ പിറന്നാൾ തന്നെ ആ ഒരു കാലയളവിൽ അത് ചെയ്ത് പൂർത്തിയാക്കുന്നത്. അയ്യപ്പൻ്റെ പിറന്നാളും ശാസ്താവിൻ്റെ രണ്ടും രണ്ടാളാണ്. അത് ഒന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ ശബരിമലയിലാണ്. അപ്പോൾ അങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് ചെയ്ത് വന്നപ്പോഴാ പിന്നെ അവിടെയൊക്കെ കൊണ്ട് കാണിച്ചപ്പോഴും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ നമുക്ക് തൃപ്തിയായി. അപ്പോൾ അയ്യപ്പൻ്റെ തിരുവാഭരണം വരക്കാൻ ഒരു ടാസ്ക് തന്നെയാണ്. 3 വർഷത്തെ ആ ഒരു ജേർണി ഒന്നും മറക്കാൻ പറ്റാത്തതാണ്. ചെയ്യുന്നതിന്റെ ഇടയിൽ തോന്നിയിരുന്നത് നടക്കില്ല, ഇത് നടക്കില്ല തന്നെയാണ്. എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം പുറം ലോകം അധികം അറിയാത്ത സംഭവമാണ്. പിന്നെ ഞാൻ ഇതൊരു നിയോഗം എന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാലോ ശബരിമലയിൽ ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ക്ഷേത്രമല്ല. അപ്പം അതുപോലെ തന്നെ തിരുവാഭരണം കാണാനുള്ള ആ ഒരു ടൈം പീരീഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതറിയാത്ത കുറേ കുഞ്ഞുകുട്ടികളുണ്ട്, എത്രയോ കണക്കിന് ആൾക്കാരുണ്ട് ഇപ്പോഴും അറിയാത്ത. അപ്പോൾ അവർക്കൊരു ധാരണ കൂടി ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് അത്രയും എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്ത് ആ ഒരു തിരുവാഭരണത്തിൻ്റെ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ, അപ്പോൾ ദേവിയാണോ ദേവനെയാണോ കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം? ഫേവറേറ്റ് എപ്പോഴും ദേവി തന്നെയാണ്. ഭദ്രകാളി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അമ്മയെ പോലെ തന്നെയാണ്. ഞാൻ അമ്മയായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ കൂടുതൽ വന്നിട്ടുള്ളത് ഈ ഭദ്രകാളിയുടെ പല ഭാവം രൂപം അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഭദ്രകാളി, ശാസ്താവ് അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് തിടമ്പിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ ആയിരുന്നു ഞാൻ സ്റ്റാർട്ടിങ് ലെവലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു ചെയ്യാൻ കൂടുതൽ ഇഷ്ടമാണ്. ആ സമയം ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് വരച്ചില്ല? അതെ, അത് തന്നെ ഒരു ഗുരുവായൂരപ്പൻ ഞാൻ അതുവരെ നോർമൽ ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ ഈ പെൻസിൽ ഡ്രോയിങ്ങും അത്യാവശ്യം ദൈവങ്ങളുടെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായി. ഞാൻ ഒരു പ്രൊഫഷണൽ ലെവലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തിടമ്പ് വരച്ച സമയത്താണ് ഒരുപാട് ആൾക്കാർ, കാരണം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് പ്രത്യേകം ഒരു പോപ്പുലാരിറ്റി ഉള്ള അപ്പോൾ ആ ഒരു ഫാൻ ബേസ് ചുറ്റും എനിക്ക് ചുറ്റും വന്നു കൂടി. പിന്നെ അത് കണ്ടിട്ടാണ് പിന്നെ ഓരോ ആൾക്കാർ. അപ്പോൾ ഈ എടുത്തു പറയുകയാണെങ്കിൽ ശബരിമല തിരുവാഭരണം വെക്കുന്ന ഒരു അമ്പലമുണ്ട്, അയിരൂർ പുതിയകാവ് ഒന്നാമത്തെ ദിവസം. അതൊക്കെ ഈ തിരുവാഭരണം വരക്കുന്നതിന് മുമ്പേ അമ്മ തന്നെ അനുഗ്രഹം. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു അമ്പലം. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ദേവിയുടെ പടം വരക്കാൻ പറ്റുമോ എന്നുള്ളത്, അതെന്ന് വെച്ചാൽ അത്രത്തോളം എത്തുന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ അവിടെ പോയി എല്ലാം കണ്ടിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്തത്. പക്ഷെ അതുകൂടി വരച്ച് കഴിഞ്ഞപ്പോൾ ലെവല് മാറി. പിന്നെ കുറച്ചുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ വരച്ച, കാരണം അത് എന്നെ സംബന്ധിച്ചോളം ആ സമയത്ത് ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ചെയ്തു വന്ന രീതി ആ ഒരു ലെവലായി മാറിയപ്പോൾ അത് ഒരുപാട് ആൾക്കാർ നോട്ടീസ് ചെയ്യും. ഒട്ടേറെ അപ്രിഷിയേഷൻമെൻ്റൊക്കെ കിട്ടിയ സംഭവമാണത്. കാരണം ആ ദേവി ആ ഒരു സ്റ്റൈല് ആ ഒരു അമ്പലത്തിൻ്റെ തനതായിട്ടുള്ള രീതിയിൽ ചെയ്തു വന്നപ്പോൾ അത് പ്രത്യേക ഫാൻ ബേസ് ആ ദേവിക്ക് മാത്രമായിട്ട് വന്നു. അത് കണ്ടിട്ടാണ് പിന്നെ ഒരുപാട് ദേവി കൂടുതൽ ദേവിയൊക്കെ വരാൻ ഇപ്പോഴും അത് കണ്ടിട്ട് ആൾക്കാരൊക്കെ വിളിക്കുന്നുള്ളത്. അയിരൂർ പുതിയ കാവിലമ്മ പറയുമ്പോൾ എനിക്കൊരു ഫേവറേറ്റ് ലെജൻഡ് പോലെ തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങൾ തന്നെ ഒരാൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ. അതെ, അതും പുള്ളി ഒരു 13 വർഷം മുമ്പേ വിചാരിച്ച കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി സാമ്പത്തികമായിട്ടൊക്കെ ലെവലായിട്ട് വരുമ്പോൾ ഒരു ഗുരുവായൂരപ്പൻ്റെ പടം വരച്ച് തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്നെ കാണാനിടയായത്. അപ്പോൾ ആ പുള്ളി 1 വർഷത്തോളം ഇതിനാണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു റെഫറൻസ് പിക്ചർ തന്നിട്ട് അത് കുറച്ച് മാറ്റി വരച്ചതാണ് ഈ ലെവലിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയാന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം മാറ്റി വരച്ചിട്ടാണുള്ളത്. അതിലുള്ള ശില്പം അതേപടി തന്നെ ആ ഒരു സ്റ്റേജിൽ തന്നെ വേണമെന്ന് പറഞ്ഞു.
പിന്നെ അതിൽ എൻ്റെതായി മാറ്റം വരുത്തിയത് അതിലുള്ള തിടമ്പായിരുന്നു. അപ്പൊ റെഫറൻസ് തന്നതിൽ തിടമ്പിന്റെ ഒക്കെ ചെറിയ അപാകതം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പറയാൻ പറ്റാതിരിക്കില്ല. അത് വരച്ചത് അസാധ്യ കലാകാരൻ തന്നെയാണ് അത് വരച്ചിട്ടുണ്ടായിരുന്നത്. അത് ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, തമിഴ്നാട്ടിലുള്ള മറ്റാരാന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിയായാലും ഇപ്പം ഞാൻ റെഫറൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ മൊത്തം പക്കയായിട്ടായി സ്വർണ്ണത്തടമ്പിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പഞ്ചലോകത്തിൻ്റെ കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് ഫോക്കസ് ചെയ്തിട്ടാണ് വരച്ചത്. കാരണം പഞ്ചലോകത്തടമ്പ് വർഷത്തിൽ ഒരു തവണ മാത്രമേ പുറത്ത് എഴുന്നള്ളിക്കുന്നു, അത് എപ്പോഴും കാണാൻ വേണ്ടി പറ്റൂല. പുള്ളിയോട് ഞാൻ സജസ്റ്റ് ചെയ്തു, ഞാൻ ചെയ്യുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ അത് പക്കയായിട്ട് വരക്കാന്നുള്ളൊരു ധാരണയിൽ എത്തിയിട്ടാണ് അത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും പിന്നെ അത് ഗുരുവായൂരപ്പൻ്റെ ഫാൻസ് പിന്നെ കൂടിക്കൊണ്ടുവരിക ചെയ്ത്. ദൈവത്തിന്റെ ചിത്രങ്ങൾ പൂർണ്ണത വരുത്താൻ പാടില്ല എന്നല്ലേ പറയുന്നത്? അതെ അതെ. അപ്പൊ ഞാനായാലും പൂർണ്ണത ഞാൻ ആ ഒരു മൈൻഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. അത് ദൈവമായിട്ട് തന്നെ അതിലെന്തെങ്കിലും ചെറിയ ഒരു പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്തെങ്കിലും രേഖ എടുത്തു വെച്ചിട്ടുണ്ടാവും അതിൽ. കാരണം ഞാൻ എന്ന് വെച്ചാൽ പഠിച്ചിട്ടല്ല വന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. കാരണം ഓരോരോ ആർട്ടിസ്റ്റിനും അവരുടേതായ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് പോളിഷ് ചെയ്യുന്ന പോലെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ ചിത്രം നമുക്ക് ഓരോ അനുഭവമാണ്, ഓരോ പഠനമാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവാന്നാണ് ഇപ്പോൾ ഒരു നിയോഗം പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മള് തെയ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തെയ്യം ചിത്രങ്ങൾ ഒരുപാട് വരച്ചിട്ടുണ്ട്, മുത്തപ്പന്റെ ചിത്രങ്ങളുണ്ട്. അപ്പൊ അതിലെ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാമോ? തുടക്കം എൻ്റെ കുലപൂർവികൻ എന്ന് പറഞ്ഞാൽ വയനാട്ടുകുല എന്ന് പറഞ്ഞ തെയ്യാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് എൻ്റെ ഈ കളറിങ്ങിലൊക്കെയുള്ള ഞാൻ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ പൊതുവെ ഫോട്ടോ ഉള്ളത് നോക്കി വരയ്ക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് വരച്ചപ്പോൾ ഓക്കെ ആയി തോന്നി. പിന്നെ അങ്ങനെ പുതിയ ഭഗവതി, പിന്നെ കണ്ടനാക്കിളൻ, വയനാട്ടുകുലവൻ, പിന്നെ മുത്തപ്പൻ, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലാണ് മുത്തപ്പനുള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ദൈവം തന്നെയാണ് ഈ തെയ്യമായിട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ അവിടത്തേക്കൊരു ചിത്രം സമർപ്പിക്കുക എന്നിട്ടുള്ള രീതിയിലാണ് മുത്തപ്പന് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വരച്ച് മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ നേടിയത് വല്ലാത്തൊരു ഫീലായിരുന്നു. മുത്തപ്പൻ ധാരാളം കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ളത് അത് സത്യമായി. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്കയിടത്തും ഇപ്പോൾ തെയ്യങ്ങൾ വരക്കൽ കുറവാണ്. എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ വരുന്നതൊക്കെ ഈ പ്രതിഷ്ഠാകാര്യ സംബന്ധമായിട്ടുള്ളതായതുകൊണ്ട് ഇതാ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ ആൾക്കാർക്ക് പേടിയുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരക്കുന്നുണ്ട്. പേടി ഉണ്ടാവും, കാരണം അത് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തുകൂടാ, അല്ല പൂർത്തീകരിക്കുമ്പോൾ അതൊക്കെ ഓരോരു ക്ലിന്റിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടാണ് എല്ലാരും പറയുന്നത് ഭഗവതിയുടെ പടം വരയ്ക്കരുത് എന്നുള്ളത്. അത് ഒരു തെറ്റിദ്ധാരണ ഞാൻ പറയാ. കാരണം എന്തായാലും ആര് വരച്ചാൽ അതില് എന്തായാലും ഒരു എല്ലാരും പൂർത്തിയാക്കും എന്ന് തോന്നുന്നില്ല. കാരണം അതിൽ ചെറിയ എന്തെങ്കിലും അപാകതകൾ നോട്ടീസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ടാവും. അപ്പോൾ തെയ്യങ്ങൾ നമുക്ക് ദൈവങ്ങളെ പോലെ തന്നെയാണ്, ദൈവങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭയഭക്തിയിൽ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഭക്തി അധികം ആവുമ്പോൾ ആ ഒരു ഭയം കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കാം എൻ്റെ ഒരു ധാരണ. ഏതെങ്കിലും ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ വരയ്ക്കണം സ്വയം ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? എൻ്റെ പേഴ്സണലായിട്ട് കുറേ ഇപ്പോഴും ബക്കറ്റ് ലിസ്റ്റിൽ കുറേ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ ചെയ്യുന്ന ഞാനല്ല, അത് അതിനുള്ള സമയം വരുമ്പോൾ ചെയ്തു വരാം. അപ്പോൾ ഞാൻ ഫ്രീ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെതായാലും ശബരിമല തടമ്പൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. ആഗ്രഹിച്ച ചിത്രങ്ങൾ തേടി വന്നു തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ തൊട്ട് അടുത്ത കാലത്താണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ വരക്കാം. അപ്പോൾ മൂകാംബിക എന്ന് പറഞ്ഞാൽ അറിയാലോ, അവിടെ സരസ്വതി കടാക്ഷ ഏറ്റവും കൂടുതലുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ ഈ കലയായി ബന്ധപ്പെട്ടവർ കൂടുതലായി എത്തപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ മൂകാംബിക എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ ആ തുടക്കകാലത്തൊക്കെ ദേവിയുടെ പടമൊക്കെ വരച്ച് അവിടെ സമർപ്പിക്കാൻ പോയി. പക്ഷെ അന്ന് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല.
പക്ഷെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ നവരാത്രിയുടെ ആ ഒരു സമയത്ത് ഒരു ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ അതിന്റെ പണിയിലാണ് ചെയ്യുന്നില്ല. ക്ഷേത്രത്തിലേക്ക് അമ്മ തന്നെ എന്നെ വിളിച്ച് അങ്ങോട്ടേക്ക് ആനയിക്കുന്ന പോലെ ഇപ്പൊ ഒരു പോകണമെങ്കിലും അമ്മ വിളിക്കണം. അതെ അതെ. അപ്പൊ പൊതുവെ അറിയാലോ, പൊതുവെ എല്ലാവരും വരച്ച് അവിടെ സമർപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരിക അപൂർവമായിരിക്കും. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇപ്പൊ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ നവരാത്രി കാലത്തിൽ പബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണുള്ളത്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലെ കാര്യം പറഞ്ഞാൽ ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റീച്ചും പോകുന്നുണ്ട്. അപ്പോ ആ സമയത്ത് എന്താ തോന്നിയത്? ഞാൻ റീച്ചിലുപരി ഇത് ഈ ഒരു ലെവലിൽ വൈബുള്ള ആൾക്ക്, നമുക്ക് ഈ ചിത്രവും കാര്യങ്ങളും ദൈവഭക്തി അതൊക്കെ ഉള്ള ആൾക്കാരിലേക്ക് എത്തണം എന്നാണ്. ഞാൻ റീച്ചിന് വേണ്ടി അങ്ങനെ പോസ്റ്റ് ചെയ്യൽ പതിവില്ല. അത് ഓരോ ചിത്രത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ചിലരിലേക്ക് എത്തപ്പെടുന്നതും അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ സന്തോഷമാണ്. അപ്പൊ മലേഷ്യയിൽ നിന്നൊക്കെ ചിത്രം ആവശ്യപ്പെട്ട് വന്നില്ലായിരുന്നു? അപ്പോൾ അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്? മലേഷ്യയിൽ നിന്ന് ആദ്യമൊക്കെ വന്നത് ഒരു വേറെ തന്നെ ഒരു ചിത്രമാണ്. കാരണം രാജരാജേശ്വരി സങ്കല്പത്തിൽ നിന്നുള്ള 2019 മറ്റേ ചെയ്തതാണ്. കൊറോണയ്ക്ക് മുമ്പ് ഞാനൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പം അതിൽ ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ സ്റ്റൈലിൽ തന്നെ 2 തടമ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഒരേ ഡേറ്റ് അല്ല, 3 ദേവിമാരുടെ ഒക്കെ കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളി തന്ന അനുസരിച്ച് വെച്ച് ചെയ്യാന്നുള്ള വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ച പെട്ടെന്ന് തീർക്കാനായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. അത് അതിൻ്റെതായ ഒരു സമയം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെയ്ത് വന്നപ്പോൾ 3-4 മാസമൊക്കെ ആയി എടുത്ത് വന്നപ്പോൾ. പക്ഷെ പുള്ളിക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് ഉണ്ടായിരുന്ന സമയമല്ല. അപ്പോൾ റീൽസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന സമയം. ഇപ്പോഴായാലും അതിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷെ അത് നോട്ടീസ് ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാർ അങ്ങനെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയും. കാരണം എൻ്റെ രീതി എങ്ങനെയാണെന്ന് ആ ഒരു പ്രൊഫൈൽ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അയ്യപ്പന്റെ ചിത്രങ്ങൾ ചെയ്തത് തന്നെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാത്തൊരു ഭാവമാണ് ഈ മീശ പിരിച്ചു വെച്ചിരിക്കുന്ന ഒരു അയ്യപ്പൻ എന്ന് പറയുന്നത്, കൊമ്പൻ മീശ ഉള്ള ഒരു അയ്യപ്പൻ. അപ്പൊ ആ ഒരു ചിത്രത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് അയ്യപ്പൻ്റെ ഒരു നിയോഗം പോലെയാണ് ഞാൻ കാണുന്നുള്ളത്. കാരണം ശബരിമലയിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് അയ്യപ്പൻ്റെ തീരുമാനമായിരുന്നു. അത് ഞാൻ ഷൊർണൂർ അടുത്ത് കുളപ്പുള്ളി സ്ഥലത്തൊരു ചെറിയൊരു അയ്യപ്പൻ്റെ ഒരു കോവിലുണ്ട്. അപ്പോൾ അവർ സംബന്ധമായിട്ട് ഒരു പടം അവിടെ വരച്ച് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നെ അനുമോദിക്കാൻ വന്നത് മുൻപുണ്ടായിരുന്ന പന്തളത്തെ രാജപ്രതിനിധിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൻ്റേതായിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനിട്ട് ഒരു കൊമ്പൻ മീശയുള്ള അയ്യപ്പൻ്റെ മുഖം തിരുവാഭരണത്തിലൊക്കെ ഉണ്ടാവുന്ന ആ മുഖം മാത്രം അന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വരച്ച് കഴിഞ്ഞ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത സമയത്താണ് പലരും ഇങ്ങനെയൊക്കെ അയ്യപ്പന് ഭാവമൊക്കെ ഉണ്ടോ, എന്താണ് ശരിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നത്. ശരിക്കും ആ ഒരു ഭാവം എന്താണ്? അത് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശബരിമല കുറേ മിത്തുകളും ചരിത്രവും പുരാണവും ഒക്കെ ഇടകലർന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ യഥാർത്ഥമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മകരവിളക്കുത്സവത്തിലെ ഈ 5 ദിവസം മാത്രമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് കൊമ്പൻ മീശയുള്ള അയ്യപ്പൻ്റെ രൂപം മണ്ണിമണ്ഡപത്തിൽ നിന്ന് മാളികപ്പുറം വഴി 18-ാം പടിയിലേക്കും 5-ാം ദിവസം ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിക്കുന്നുള്ളത്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഈ മാളികപ്പുറത്തമ്മയാണ് എഴുന്നള്ളിക്കുന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ആ ഒരു സമയത്ത് വരച്ച് കൊടുത്ത സമയത്ത് പലരും പറഞ്ഞു, ഇത് അറിയുന്ന ആൾക്കാർ പറഞ്ഞു നന്നായി, കാരണം ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവത്തിലാണ് കൈവച്ചതെന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടുത്തെ തന്നെ അയ്യപ്പക്കുറുപ്പന്മാരൊക്കെ നേരിട്ട് വിളിച്ചു ശബരിമലയിലേക്ക് വരണം, ഈ പറ്റുവാണെങ്കിൽ മകരവിളക്കിനൊക്കെ വരണം എന്നുള്ള ഒരു സമയത്ത്. പിന്നെ അവിടുന്ന് ഒരു നിർദ്ദേശം ഉണ്ടായി, ഇതുപോലെ ഒന്നുകൂടി ചെയ്ത് ഈ അയ്യപ്പക്കുറുപ്പിന് സമർപ്പിക്കുക എന്നുള്ളത്. രതീ സ്വാമിയൊക്കെ അരുങ്കുമ സ്വാമിയൊക്കെ എല്ലാവരും
അവർ 3 പേരും അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് എന്തോ ഒരു ഉൾവിളി പോലെ ആ ഒരു സമയത്ത് പെട്ടെന്ന് ചെയ്തു കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ അതും കൂടി ചെയ്ത് മണിമണ്ഡപമൊക്കെ വെച്ച് അവിടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന കൊടിക്കൂറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെതായ ഒരു സ്റ്റൈല് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ സമർപ്പിച്ചു. അപ്പം അതിന് ശേഷമാണ് കുറേ ആൾക്കാർ പിന്നെ അയ്യപ്പൻ ഇങ്ങനത്തെ ഒക്കെ ഭാവമുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. കാരണം എൻ്റെ ഒരു നിയോഗമായിരിക്കാം അയ്യപ്പനും ശാസ്താവും എന്നുള്ള രണ്ട് വ്യക്തികളാണ്. ഒന്ന് ദൈവം, ഒന്ന് മനുഷ്യന് ആയിട്ടുണ്ടായിരുന്നൊരു അറിയാലോ പലർക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ വരുന്നൊരു സമയത്തായിരുന്നു ഇത് ദൈവമായിട്ട് തന്നെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വർഷം അതേപോലത്തെ ആ മൊത്തം തിടമ്പിൻ്റെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയും പറ്റി. അപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ ഈ മാളയപ്പുറത്തമ്മൻ്റെ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു നിമിത്തമായി മാറിയതാണെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. പിന്നെ അങ്ങനെ പോയി ഞാൻ അപൂർവം മാത്രമായിട്ട് ശബരിമലയൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മകരവിളക്ക് അറിയാലോ, ഒത്തിരി ജനങ്ങളുടെ തിരക്കും ജനബാഹുല്യമുള്ളടുത്ത് ആ ഒരു തിരക്കിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷെ ആ ഒരു സമയത്തും എന്നെ അവിടെ എത്തിച്ചു. നല്ലൊരു ദർശനം കാര്യങ്ങളും എല്ലാവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. അത് അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇനിയും പറ്റുന്ന പോലെ ഓരോ വർഷം ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിയോഗം അയ്യപ്പനാൽ അങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അവിടുന്ന് ഒരു വിളി വന്നു, അങ്ങനെ പോയി. ഇപ്പൊ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിളി വന്നു, നിങ്ങൾ പോയി ചെയ്യുന്നു, നോക്കുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് തോന്നുന്നു പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ തോന്നിയതിൽ തന്നെ ചെയ്യണ്ട എന്ന് തോന്നിയ ഏതെങ്കിലും മൂർത്തിയുടെ ഉണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റൂല. അത് പേഴ്സണലായിട്ട് അത് പുറത്ത് പറയാൻ വേണ്ടി പറ്റൂല. ചിലപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് ചിലപ്പോൾ ചെയ്ത് വരുമായിരിക്കും. പക്ഷെ അത് ഒരു ലാഗ് ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു എൻ്റെ അനുഭവത്തിൽ പറയാം. ആ ഒരു സമയത്ത് നിമിത്തം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പം അങ്ങനെ 2-3 അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പെൻഡിങ്ങിലായിട്ടുള്ള ഒരുപാട് വർക്ക്സ് അങ്ങനെ പെൻഡിങ്ങിലായി. കാരണം അവർക്കും പല അഭിപ്രായം കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാം ഒത്തുവരുന്നത് ദൈവത്തിൻ്റെ ആ ഒരു സമയത്ത് മാത്രം. ആ ഒരു വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ചിത്രം പൂർത്തീകരിച്ച് സമർപ്പിക്കുക എന്നുള്ളത് നടക്കുക. നരസിംഹമൂർത്തിയുടെ ആ ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ രൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ് വരച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിലിങ്ങിനെ പറ്റി പറയാമോ? അത് അവിടുത്തെ പൂജാരി ആയിരുന്നു എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി അവിടെ അവര് മുൻപ് അവിടെ ലക്ഷ്മി നാരായണ സ്വാമിയുടെ അങ്ങനെയൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്തിടെ പ്രശ്നം വെച്ച സമയത്ത് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അത് ഉഗ്ര നരസിംഹത്തായിരുന്നു ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അറിയാലോ, നമുക്ക് നരസിംഹമൂർത്തിയുടെ വിഗ്രഹമായിട്ട് അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. നമ്മൾ ഈ വിഷ്ണു വിഗ്രഹത്തിൽ തന്നെ, ഈ ചതുർബാഹു വിഷ്ണു വിഗ്രഹത്തിൽ നരസിംഹത്തിന്റെ സാന്നിധ്യം ഉള്ള രീതിക്ക് അവിടെ ഉള്ളത്. അപ്പൊ ആ ഒരു ഭാവത്തിന്റെ മാറ്റം കൊണ്ടാ അങ്ങനെയൊന്നും ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പൊ അത് അവിടുത്തേതായ രീതിയിൽ ചെയ്യുമ്പോൾ അവിടുത്തെ പുതിയതായിട്ട് ഉണ്ടാക്കിയ വാളും കാര്യങ്ങളും ഒക്കെ പിന്നെ അധികം റയറായിട്ടാണ് ഈ ത്രിനേത്രമൊക്കെ 3-ാം കണ്ണൊക്കെ വെക്കുന്നുള്ളത്. അതും പിന്നെ അത്യാവശ്യം രൗദ്രമുള്ള ആ ഒരു ഭാവത്തിൽ അധികം ഇവിടെ ഇല്ലാത്ത. അപ്പോൾ അതിൻ്റെ ബോഡി കളർ പോലും നീലയായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അപൂർവമായിട്ടാണ് കാണാനുള്ളത്. പിന്നെ ആ സിംഹത്തിൻ്റെ ഒരു മുഖം അത്രത്തോളം ക്രോധം അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു രീതിക്ക് അത് ചെയ്തിട്ടുള്ളത്. ഇനിയും വരയ്ക്കാൻ ആഗ്രഹമുള്ളൊരു ചിത്രം ഏതാണ്? ആഗ്രഹം ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോൾ മറ്റുള്ളവരുടെ ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രം. ഇപ്പോൾ ക്ഷേത്രങ്ങളുടെയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു കൂട്ടായ്മ അടക്കാം. അപ്പോൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരത്രയ്ക്കും ആറ്റുനോറ്റിട്ടായിരിക്കും ചിലപ്പോൾ സമീപിക്കുന്നത്. അപ്പം ആ ഒരു ലെവലിലെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ തുടർന്ന് പോകുന്നുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് അഭിനന്ദനങ്ങൾ വരട്ടെ, ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വർക്കുകൾ വരട്ടെ, എല്ലാ ഭക്തരിലേക്കും എത്തട്ടെ. താങ്ക് യു.